കുഞ്ഞൂട്ടൻ്റെ കഥ തുടരുന്നു. ഞെട്ടിത്തരിച്ചുപോയി കുഞ്ഞൂട്ടൻ. മുന്നോട്ടാഞ്ഞു ചാടിയ അവൻ വേഗം പിന്നോട്ടു മാറി. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അവന് പിഴച്ചു. നിയന്ത്രണം തെറ്റിയ അവൻ കുറച്ചകലെയുള്ള ഒരു ചതുപ്പ് നിലത്ത് തല കുത്തനെ പതിച്ചു. ദേഹം ആശകലം ചെളിയിൽ പുതഞ്ഞു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവതും ശ്രമിച്ചു. ഏറെ നേരത്തിന് ശ്രമത്തിനൊടുവിൽ അവൻ ഒരു വിധം കരപറ്റി. അപ്പോൾ അടുത്തുനിന്നും ആരോ ഇടിമുഴക്കം പോലെ ചിരിക്കുന്നത് കേൾക്കാറായി. അതാരെന്ന് അവൻ നിരീക്ഷിച്ചു. അത്ര നേരവും വാ തുറക്കാതെ അടിഞ്ഞുകിടന്ന പച്ചപ്പാമ്പാണ് തന്നെ കളിയാക്കി ചിരിക്കുന്നതെന്ന് അവന് ബോധ്യമായി. പച്ചപ്പാമ്പിനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും അതിനോട് പകരം വീട്ടുക എളുപ്പമായില്ലാത്തതിനാൽ അവൻ അടങ്ങി. അടുത്ത നിമിഷം ഒരാർത്തനാദത്തോടെ പച്ചപ്പാമ്പ് കുഴഞ്ഞു വീണു. അതിൻ്റെ കഴുത്തിൽ നിന്നും ചുടുചോര കുടുകുടാ ഒഴുകി. ചിരിച്ചു ചിരിച്ച് അതിൻ്റെ കഴുത്തിലെ ഞരമ്പ് പൊട്ടി ചത്തുവീണതാണെന്ന് അവന് മനസ്സിലായി. ഓ, ആ ശല്യം ഒഴിഞ്ഞല്ലോ. അവൻ ആത്മകഥം ചെയ്തു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ പാമ്പിന്റെ മുകളിലൂടെ ചാടിക്കടന്ന് മുന്നോട്ടോടി. തന്നെ കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന അച്ഛൻ, തന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന മാലാഖ. ഓട്ടത്തിനിടയിലും ഈ മുഖങ്ങൾ അവന്റെ മനസ്സിൽ തെളിഞ്ഞു മാഞ്ഞു. പെട്ടെന്ന് തന്റെ കാലിൽ എന്തോ കുരുങ്ങിയതുപോലെ അവന് തോന്നി. ആരോ തന്റെ കാലിൽ ബന്ധിച്ച പോലെ. ആരോ വെച്ച കെണിയിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് അവന് വൈകിയാണ് മനസ്സിലായത്. തൊട്ടുമുന്നിൽ പഴുത്ത് മുന്തിരിക്കുലകൾ നിറഞ്ഞ മുന്തിരിപ്പാടം. കൂനിന്മേൽ കുരുപോലെ ആയല്ലോ ദൈവമേ ഇത്. അവനു കരച്ചിൽ വന്നു. കെണി അവന്റെ കാലിൽ കൂടുതൽ മുറുകിക്കൊണ്ടേയിരുന്നു. വേദന കൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞു. പക്ഷെ അതാരും കേട്ടില്ല. അല്പനേരം കഴിഞ്ഞതും ഒരു തേനീച്ച അതിലെ മൂളിപ്പറന്നു വന്നു. അത് കണ്ട് അവന്റെ മുഖം തെളിഞ്ഞു. അവൻ അതിനോട് ചോദിച്ചു, തേനീച്ചേ തേനീച്ചേ, നിന്നെ കണ്ടിട്ട് ഒരു പരോപകാരിയെ പോലുണ്ടല്ലോ. നിനക്ക് എന്നെ ഒന്ന് രക്ഷിക്കാമോ? നീ ആരാ ചെറുക്ക? ആ മുഖസ്തുതി ഇഷ്ടപ്പെടാത്ത മട്ടിൽ തേനീച്ച ചോദിച്ചു. കുഞ്ഞൂട്ടൻ എന്നു പേരുള്ള ഒരു മരപ്പാവ, അവൻ പറഞ്ഞു. നീ എങ്ങനെ ഈ ഏടാകുടത്തിൽ വന്നുപെട്ടേ? തേനീച്ച തിരക്കി.